ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അംബർല കട്ടിങ് ടോപ്പാണ്. ഇത് അംബർല കട്ടിങ് ആണ്. ഇത്രയും വീതി അടിഭാഗത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ തുണിക്ക് എത്രയും വീഴ്ച കിട്ടിയോ അത്രയും ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ മുകളിൽ എടുത്തിരിക്കുന്ന വി കഴുത്താണ്. ഇത് ലൈനിങ് ആണ് അടി കിടക്കുന്നത്. ഇത് വി കഴുത്താണ്. പിന്നെ അതിൻ്റെ ബാക്കിലെ പീസ് ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട്. അത് നമ്മൾ തയ്ക്കണം. പിന്നെ നമ്മൾ ഇതേ ചെയ്യേണ്ടത്, ഈ വി കഴുത്ത് ചെയ്യേണ്ട വർക്ക് തേണ്ട ഇതാണ്. ഇതെടുത്ത് പിടിപ്പിക്കണം. അപ്പം ഞാനിതെല്ലാം തയ്ച്ചുകൊണ്ട് വരാമേ. ഞാനിത് വെട്ടുന്ന കാണിക്കാഞ്ഞത് അംബർല കട്ടിങ് ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. അംബർല കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് ഞാൻ സാധാരണ നമ്മൾ വണ്ണം എടുക്കുന്ന എത്രയാണോ അത്രയും വണ്ണം എടുക്കുക. പിന്നെ അതിൻ്റെ അടിഭാഗം സാധാരണ എത്ര വണ്ണം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ വണ്ണം എടുക്കുക. പിന്നെ അതിന്റെ ഇടഭാഗം എടുക്കുക. അത് സാധാരണ നമ്മൾ ടോപ്പിന് അളക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഇത് 14 ഇഞ്ച് താഴ്ചയിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാം. ഈ സൈഡ് അങ്ങ് ചെരിച്ച് വരയ്ക്കുകയാണ്. ഈ 14 ഇഞ്ച് ഇറക്കം ഇട ഒതുക്കുന്നിടം വരെ വന്നിട്ട് പിന്നെ ബാക്കി നമ്മളങ്ങ് ചെരിച്ച് വരച്ച് പോവുകയാണ്. ഈ തുണിക്ക് എത്രയും ലാസ്റ്റ് ഭാഗം വരുന്നത് ഇത് കണ്ടോ, തേര് കണ്ടോ, ഈ തേര് വരെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരുവിധം നല്ല വീതിയുള്ള തുണിയായിരുന്നു. അതുകൊണ്ടാണ് ഈ തേര് ഭാഗം വരെ ഞാൻ വെട്ടിയെടുത്തത്. വീതി കുറഞ്ഞതാണെങ്കിൽ ഇത്രയും വീതി നമുക്ക് കിട്ടത്തില്ല. ഇത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു, വീതിയുള്ള തുണിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ടോപ്പ് വെട്ടുന്ന പോലെ സ്ലിറ്റ് ഇടാതെ അത്രയും അടിഭാഗത്ത് എത്രയും വീച്ച് കിട്ടുമോ അത്രയും ഭാഗം അങ്ങ് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അളവും കാര്യങ്ങളൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലൊക്കെ തന്നെയുള്ളൂ, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. ഒതുക്കുന്നിടം വരെ അതായത് 14 ഇഞ്ച് 15 ഇഞ്ച് വരെ നമ്മൾ സാധാ ടോപ്പിന് വെട്ടുന്നത് പോലെ വെട്ടിയെടുത്തിട്ട് ബാക്കി ഇനി ഈ തുണിക്ക് എത്ര വീതി ഉണ്ടോ അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തേക്കണം. ഞാൻ തയ്ച്ചുകൊണ്ട് വരാം. അപ്പം ഈ തുണിയുടെ കളർ ഇതാണ്. വെയിലടിക്കുന്നത് കൊണ്ടാണ് ഈ കളർ മങ്ങിയിട്ട് വേറൊരു കളർ കാണുന്നതാണ്. അതേണ്ട വേറൊരു കളറായിട്ട് തോന്നുന്നത്. ആ സമയം അപ്പുറത്ത് മേശപ്പുറത്ത് കൊണ്ടിട്ട് വെട്ടുവാണെങ്കിൽ ഇതിന്റെ സ്വാഭാവിക കളർ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ടോപ്പിന്റെ പണി പൂർത്തിയായി. നമുക്കിനി ഇത് കൈത്തയ്യലാണ്. ഇത് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പിന്റെ അടിഭാഗമാണിത്. ഇത്രയും വിസ്താരം ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട്. ആ തുണിക്ക് അത്രയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയും ഇട്ടു. വീതിയുള്ള തുണിയായിരുന്നു കേട്ടോ. ഇത്രേ ആയുള്ളൂ. ഇനി ഇതിന് ബാക്കി കൂടെ അങ്ങോട്ട് പിടിപ്പിക്കണം. നമ്മളെപ്പോഴും ഇവിടുന്ന് വേണം തുടങ്ങാൻ. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് തുടങ്ങി, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി. എന്നാൽ നമുക്ക് നല്ല വി ആയിട്ട് കിട്ടും, ചുളിവില്ലാതെ കിട്ടും. പക്ഷെ ഇങ്ങനെ തുടങ്ങി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ചുളിവ് കിട്ടും. അതിനാണ് ഞാൻ ഇവിടുന്ന് തൊട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ടോപ്പിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇത് തയ്ക്കാനാണ് താമസമുള്ളത്. അല്ലാതെ മെഷീനെ തയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ കൈത്തയ്യൽ തയ്ക്കുന്നതിന് നമുക്ക് ഭയങ്കര താമസം വരും. അതാണ്.